morning everyone. Today we are going to a turbo charger working principle. ടർബോ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കിറ്റാണ് ഇതിന്റെ മാറിയത്. അപ്പോൾ കിറ്റ് മാറി നമ്മൾ വെച്ചിരിക്കുകയാണ്. ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊന്ന് പറയുകയാണ്. പക്ഷെ നമ്മളിപ്പോൾ മാനുവലിലാണ് ചെക്ക് ചെയ്യുന്നത്. മാനുവലിൽ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അതേസമയം ഇതൊരു ആക്ച്വേറ്ററാണ്. 2 പൊസിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് വേഗത്തിൽ വർക്ക് ചെയ്യും, പകുതി പവർ വരും. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ രണ്ടാമത് ഫുൾ പവർ അതിനകത്തോട്ട് വരും. അപ്പൊ അത് ഓപ്പൺ എത്ര കണ്ടു വരുന്നു എന്നുള്ളതാണ്. ആദ്യമേ പകുതി ഓപ്പൺ ആവും. അപ്പൊ ഏകദേശം 50, 60, 70, 80 പോകുന്ന ഒരു സ്പീഡിലേക്ക് മാറും. അത് കഴിഞ്ഞാൽ അതിന് മേളിലോട്ട് പോകുന്നതിന് ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കംപ്രഷൻ കുറയും. കംപ്രഷൻ ഇതിനകത്ത് എയറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ടർബോ ചാർജർ എന്ന് പറയുന്ന സാധനം തന്നെ ടർബോ എഞ്ചിനകത്ത് എയർ എക്സോസ്റ്റ് ഇൻലെറ്റിലേക്ക് എയറിനെ കടത്തിവിടുക. എഞ്ചിനകത്ത് നോർമലി ഒരു 10 കിലോ എയർ ആണ് സിലിണ്ടർ വലിക്കുന്നതെങ്കിൽ ഇതൊരു 5-8 കിലോ അധികം എയർ ആ സിലിണ്ടറിലേക്ക് വിടും. അപ്പൊ നമ്മൾ ഇതിന്റെ കംപ്രഷൻ സ്റ്റോക്കിൽ പവർ കൂടുതലായിരിക്കും, ഹോഴ്സ് പവർ കൂടും, അല്ലെങ്കിൽ ലോ ആയിരിക്കും. അപ്പം ഹോഴ്സ് പവർ തന്നെ കുറയും. അപ്പൊ ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ആക്സിലേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ ടർബോ അവിടെ അനങ്ങാതിരിക്കും. അപ്പൊ ഞാൻ ഇത് ടർബോ അനങ്ങാതിരിക്കും. നമ്മൾ ഫുള്ള് കൊടുത്താലൊന്നും എഞ്ചിനകത്തുനിന്ന് എയർ പ്രഷറാണ് ഇതിനകത്ത് വരുന്നത്. എക്സോസ്റ്റ് വെളിയിലേക്ക് പോകുമ്പോൾ എക്സോസ്റ്റിനകത്താണ് ഈ ടർബോ അസംബ്ലി ചെയ്തിരിക്കുന്നത്. അപ്പൊ അസംബ്ലി ചെയ്തിരിക്കുന്നതിനകത്ത് എക്സോസ്റ്റ് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കിന് ടർബൈൻ കറങ്ങും. പക്ഷെ ടർബൈൻ കൺട്രോളിലാണ് കറങ്ങുന്നത് ഈ വണ്ടിയിൽ. ഇത് വോൾസ്വാഗന്റെ പോളോ എന്ന് പറയുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് കാണിക്കുകയാണ്. എങ്ങനെയുണ്ടോ ആർപിഎം? അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇതിന്റെ ഫുൾ പവറാണ് കൊടുക്കുന്നത്. ഇതിപ്പം നമ്മൾ ഫുൾ പവർ കൊടുത്താലും ഇതിന്റെ ആർപിഎം കൂടത്തില്ല. എന്നുവെച്ചാൽ ഈ ഓപ്പൺ ഇനി ഞാൻ ഈ ആക്ച്വേറ്റർ ഓപ്പൺ ആക്കാൻ പോയാണ്. ആക്ച്വേറ്റർ അതിന്റെ വിങ്സ് തുറന്നെങ്കിൽ മാത്രമേ എയർ അതിലേക്ക് കയറി ടർബൈൻ കറങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ നോർമലി ചെറുതായിട്ട് കറങ്ങും. ചില വണ്ടിയിൽ കറങ്ങും, ചിലതിൽ അനങ്ങത്തതയില്ല. അപ്പൊ അനങ്ങാതിരുന്നാല് ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ആക്ച്വേറ്റർ വർക്ക് ചെയ്താൽ മാത്രമേ ടർബോ പ്രഷർ ഉണ്ടാക്കത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ചെക്ക് ചെയ്തപ്പോൾ ആ പ്രഷർ വേരിയേഷൻ ആണ് ഒരു സൗണ്ട് വ്യത്യാസവും കുറവും കൂടുതലുമായിട്ട് കാണിച്ചത്. അതാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസം. അപ്പൊ അടുത്തത് ഇതാണ് പറഞ്ഞിരുന്നത്. ആക്ച്വേറ്റർ മാനുവലി നോക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഫിറ്റ് ചെയ്യാതിരുന്നത്. ഇത് ഫിറ്റ് ചെയ്യാതിരുന്നാൽ കറങ്ങുന്നത് ഒക്കെ നമുക്ക് കൺട്രോളിൽ കാണിക്കാം. ഈ ആക്ച്വേറ്റർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ കൈകൊണ്ട് മാനുവലി നോക്കുമ്പോൾ അതറിയാൻ പറ്റും. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്താല് ഈ ആക്ച്വേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ടർബോ ഓടത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നോർമലി ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇത് വണ്ടി നമ്മളിത് ഫെയിൽ ആവുന്നതെന്ന് പറഞ്ഞാല് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ നമ്മൾ റേസ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകിച്ച് മോർണിംഗിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ ഫുള്ള് ഡ്രൈ ആയി താഴെ പോയി കിടക്കും. ഏകദേശം 30 സെക്കൻഡെങ്കിലും ഐഡിലെങ്കിൽ എഞ്ചിൻ നിർത്തിയിരിക്കണം. എന്നാൽ മാത്രമേ അതിന്റെ അടുത്ത് ഓയിൽ വരും. ആ വഴി തന്നെ ടർബോയിലും ഓയിൽ വരത്തുള്ളൂ. രണ്ടാമെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓഫ് ചെയ്യുന്ന സമയത്ത് റേസ് ചെയ്യാൻ പാടില്ല. ഐഡിലിംഗിൽ വന്നതിന് ശേഷം എഞ്ചിൻ ഓഫ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു 10 സെക്കൻഡെങ്കിലും ഐഡിലിംഗ് നിർത്തിയതിനു ശേഷം 10 സെക്കൻഡ്, അത് വലിയ സമയമല്ല. രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 സെക്കൻഡാണ് കമ്പനി പറയുന്നത് എങ്കിൽ നമ്മൾ 30 സെക്കൻഡ് തന്നെങ്കിലും വന്നില്ലെങ്കിൽ അത് ഓയിൽ വരത്തില്ല. ഒരു 15 സെക്കൻഡെങ്കിലും മിനിമം എങ്കിലും ഐഡിലിംഗിൽ നിർത്തിയേക്കണം. ഓക്കെ. ഇതിൽ വരാറുള്ളത് എക്സോസ്റ്റ് അടവായിരിക്കും. കാർബൺ കയറി അടഞ്ഞ് എക്സോസ്റ്റ് സൈലൻസറിൽ മഫ്ലർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ അടവ് വന്നു കഴിഞ്ഞാൽ ഈ എയർ വെളിയിലേക്ക് പോയില്ലെങ്കിൽ ഇതിന്റെ ആർപിഎം കുറയും. അപ്പോഴും നമുക്ക് പിക്കപ്പ് കുറവായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികളിലൊക്കെ DTF സിസ്റ്റമാണ് ഉള്ളത്. അതിനകത്തൊരു ഫിൽറ്ററാണത്. അതിനകത്ത് ഈ പറഞ്ഞ അടയും കഴിഞ്ഞാൽ ടർബോ വർക്ക് ചെയ്യത്തില്ല, ബൂസ്റ്റ് ആവില്ല. അപ്പൊ അതിനകത്ത് പ്രത്യേകം ഇത് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് വർക്ക് ചെയ്യാതിരുന്നാൽ കാർബൺ കയറിയിട്ട് ടൈറ്റ് ആവും. ടൈറ്റ് ആയാലും ആർപിഎം കുറയും.
സൈലൻസറിനകത്ത് വരുന്ന എക്സോസ്റ്റ് മര്യാദയ്ക്ക് വെളിയിൽ പോവാതെ കാർബണായിട്ട് അവിടെ കയറി അടഞ്ഞിരിക്കും. ഓയിലൊക്കെ ലീക്കായിട്ട് കാർബൺ ആവും. അത് കാർബൺ ആവുന്ന എയർ വെളിയിലേക്ക് പോകാതിരുന്നാലും നമ്മൾ ടർബോ ഫെയിൽ ആവാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ ആക്ച്വേറ്റർ വർക്ക് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. അതിന് കംപ്രഷൻ കുറയുന്നതിന്റെ കത്തുന്നതിന്റെ പവർ കുറയും, ഡീസൽ ഫുള്ളായിട്ട് കത്തത്തില്ല. അങ്ങനെ വന്നാലും ഇതേമാതിരി ടർബൈനൊക്കെ കാർബൺ കയറി കറക്കം കുറയും. അതേമാതിരി എയർ ഫിൽട്ടറാണ് മെയിനായിട്ട്. എയർ അകത്തേക്ക് ഇൻടേക്കിൽ വരുന്ന എയർ ഫിൽട്ടർ കൂടെയാണ് എയർ അകത്തേക്ക് പോകുന്നത്. അതിലൊരു എയർ ഫിൽറ്ററിൽ ഒരു എയർ മാസ് സെൻസർ ഉണ്ട്. എയർ എത്ര കണ്ടകത്തോട്ട് കയറിപ്പോന്ന് നടക്കാൻ, അത് അനുസരിച്ചേ ഫ്യൂല് കിട്ടത്തുള്ളൂ. എയർ ഫിൽറ്റർ ചോക്കായി കഴിഞ്ഞാലും വണ്ടി വലിക്കാതിരിക്കുന്നുണ്ട്. ഈ എയർ അളക്കുന്നത് കുറവായിരിക്കും. അപ്പം ഫ്യൂലും കുറച്ചേ അതിനകത്തോട്ട് കയറത്തുള്ളൂ. അപ്പം ഫ്യൂലും കുറവ് പോവും. എയർ അകത്തേക്ക് വന്നില്ലെങ്കിൽ ഇത് ടർബോ ഉണ്ടാക്കിയാലും ഫിൽറ്റർ വഴി എയർ വലിച്ചെടുക്കാൻ പാടാവും. അപ്പോഴേ എഞ്ചിനകത്ത് നിന്ന് ഓയിൽ വലിച്ചെടുക്കും. ബ്രീത്തർ വഴി ഓയിൽ ഇതിനകത്തൊക്കെ കയറും. അപ്പം ഏകദേശം ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ 30 സെക്കൻഡ് നിർത്തി വെച്ചിരിക്കുക രാവിലെ മോർണിംഗിൽ. അതേമാതിരി നമ്മൾ എപ്പോഴും എഞ്ചിൻ ഓഫ് ചെയ്താലും റേസ് ചെയ്യാതെ നിർത്തുക. ഇത് ടർബോ പോകാതിരിക്കാനുള്ള ഒരു മരുന്നാണിത്. അപ്പം ഓക്കെ, താങ്ക് യു.